ഹായ് നമസ്കാരം, എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലത്ത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുള്ള മനോഹരമായിട്ടുള്ളൊരു വീട്. 8.15 സെൻറ്റ് സ്ഥലത്ത് 2850 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണത്. ഏകദേശം 6 ഏക്കറോളം വരുന്ന ഒരു വില്ല പ്രോജക്റ്റുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇത്. വീടിൻ്റെ മുന്നിലായി കാണുന്ന വലിയ റോഡാണ്. 6 മീറ്റർ വിഡ്ത്തുള്ള ഇൻറ്റേർണൽ റോഡുകളാണ് ഈ വില്ല പ്രോജക്റ്റിലെ നല്ലൊരു അട്രാക്ഷനായിട്ട് വരുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹെക്സഗണൽ ഡിസൈനിലാണ് വീട് വരുന്നത്. കാർ പോർച്ച് സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്തിരിക്കുന്നു. മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹെക്സഗണൽ ഡിസൈനിൻ്റെ ആ പാറ്റേൺ, ഒരു മോഡേൺ ബോക്സി ടൈപ്പ് പാറ്റേൺ തന്നെയാണ് വീടിന് വരുന്നത്. വലിയ ഗ്ലാസ്സുകളൊക്കെ ആയിട്ടാണ് വീടിന് സെക്യൂരിറ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഫുൾ ഗ്ലാസ്സുള്ള ഒരു ഏരിയ നമുക്ക് മുകൾ ഭാഗത്ത് കാണാം. താഴെ വലിയ ജനലുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തേക്കൂട്ടിലാണ് ഈ ജനലുകളും വാതിലുകളും എല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു വീട് കൂടിയാണിത്. ഏകദേശം 2 വർഷം പഴക്കമാണ് ഈ വീടിന് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വീടിൻ്റെ ആ എലവേഷന് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലാണ് മതിൽ നൽകിയിരിക്കുന്നത്. ഏകദേശം ഒരു 8 അടി ഹൈറ്റാണ് മതിലിന് വരുന്നത്. അവിടെയെല്ലാം ഹോളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് വേറൊരു ഡിസൈൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെറിയ ഗാർഡൻ സ്പേസും മതിലിനോട് ചേർന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2-way LED ലൈറ്റുകളും അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത്. അത്യാവശ്യം ഒരു 6 അടി ഹൈറ്റിലാണ് ഗേറ്റ് വരുന്നത്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ GI ഷീറ്റിലുള്ള ഹോളുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഗേറ്റ് കൂടിയാണിത്. ഈ ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ പുറത്തുകൂടിയാണ്, മതിലിൻ്റെ പുറത്തുകൂടിയാണ് ഈ ഗേറ്റ് സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പെഡസ്റ്റൽ ഗേറ്റും അവൈലബിൾ ആണ്. സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഗേറ്റും വരുന്നത്. വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. ഈ കാർ പോർച്ചിൽ വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ ഗ്രാസാണ്. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഈ കാർ പോർച്ച് ഒരുക്കുന്നത്. നമ്മൾ ആ മതിലിൽ കണ്ട ആ ഹോൾ ഡിസൈൻ പാറ്റേൺ ഇവിടെയും നിലനിർത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എൻ്റെ പുറകിലായിട്ട് നമുക്ക് ചെറിയൊരു പ്ലാന്റർ ബോക്സും സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നേരെ ലൈറ്റ് വരത്തക്ക രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ മുകളിലായിട്ട് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമായ ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 വാഹനങ്ങൾ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ മുറ്റത്തിൻ്റെ ഡിസൈൻ വർക്ക് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇവിടെയും ആ ബാംഗ്ലൂർ ഗ്രാസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൊരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. അവിടെ നല്ല ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലോൺ ഏരിയയാണ്. ഇവിടെ ചെറിയ ബഫല്ലോ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ വാട്ടർ കണക്ഷനും KWA വാട്ടർ കണക്ഷനും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിൽ തന്നെയാണ് ഈ വീടുള്ളത്. വീടിനോട് ചേർന്ന് തന്നെ ചെറിയ കലാത്തിയ പ്ലാന്റ് പോലെയുള്ള പ്ലാന്റുകളും വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാർ പോർച്ചിന് പുറകിലായിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസ് പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ മുറ്റത്തേക്ക് കയറുന്ന പോലെ തന്നെ ഒരു 2 സ്റ്റെപ്പ് മുകളിലായിട്ടാണ് ഈ ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നേക്കാൾ ഹൈറ്റുള്ള രീതിയിലാണ് പ്ലാന്റുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. ഇവിടെ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ലൈറ്റെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ ഗ്ലാസുകൾ, സെക്യൂരിറ്റി ഗ്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ. വീടിൻ്റെ ബാക്ക് വശം കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആ ചെടികളെല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ പുറകിലായിട്ട് 2 മീറ്ററോളം സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും സ്പേസ് വീടിന് ഈ പുറകിൽ വശത്തും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവിടെയാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. 2 വലിയ സ്റ്റെപ്പുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആ കാർ പോർച്ച് സെക്ഷൻ്റെ ഭാഗമാണ്. അവിടെ ടഫൻഡ് ഗ്ലാസ്സാണ് മുകൾ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിലാണ് ആ ഡിസൈൻ വർക്ക് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ജനലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തേക്കൂട്ടിലാണ് ജനലുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ഗ്ലാസും, നല്ല മനോഹരമായിട്ടുള്ള ഗ്ലാസും കണ്ടംപററി ഡിസൈനിൻ്റെ രീതിയിലുള്ള ഗ്ലാസും നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ ഡോർ.
മെയിൻ ഡോർ പാനലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ തേക്കുഡിൻ്റെ ആ ഡിസൈൻ, ആ ഗ്രെയിൻസ് ഒക്കെ എടുത്ത് കാണത്തക്ക രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മിനിമലിസ്റ്റിക് ഡിസൈനിൽ നല്ലൊരു മെയിൻ ഡോറാണ് ഇവിടെ വരുന്നത്. വലിയൊരു ഹാൻഡിൽ സ്റ്റീലിൻ്റെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റീലിൻ്റെ ഒരു സ്ട്രിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. ഈ ഹെവി ആയിട്ടുള്ള ഈ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട് കൂടിയാണ്. ഈ രീതിയിൽ തന്നെയാണ് നമ്മുടെ ബിൽഡർ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ താമസിക്കുന്ന ആൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്ത് ഗ്ലാസ് ഒരു മിറർ വർക്ക് ചെയ്തിരിക്കുന്നതായി കാണാം. നല്ല മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പൂജാ സ്പേസ് പോലെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം മൾട്ടിവുഡിൽ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മിറർ ഗ്ലാസ് പതിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയും നല്ലൊരു ഡിസൈൻ വർക്ക്, ഒരു കർട്ടനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജനലാണ്, ഫുള്ളി ഗ്ലാസ്സാണ്. നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരത്തക്ക രീതിയിലാണ് ഈ ജനലെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെയും ഒരു ജനൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ടതാണ്, ജനൽ അവിടെയും വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള രീതിയിലാണ് ടി വി യൂണിറ്റ്. ഇവിടെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഏരിയയിലാണ് ടി വി യൂണിറ്റ് വരുന്നത്. ഇവിടെ ഒരു ലെഡ്ജും കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടീപ്പോയി നോക്കിയാൽ അറിയാം, ആ തേക്കുഡിൻ്റെ നല്ലൊരു ഒറ്റപ്പാളിയുള്ള തേക്കുഡിൻ്റെ ഡിസൈനിലാണ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ചെസ്സിൻ്റെ ഒരു ഇതും വച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് സോഫകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കാനുള്ള ഒരു സ്പേസാണിത്. ഇവിടെ ചെറിയ ഡെക്കർ ഐറ്റംസ് ഒക്കെ വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ലിവിങ് ഏരിയയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് കാണാനുള്ളത് ഡൈനിങ് സ്പേസാണ്. ലിവിങ്ങിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയുള്ള രീതിയിലാണ് ഡൈനിങ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല മോഡേൺ ആയിട്ടുള്ള ചെയറും ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നതായിട്ട് കാണാം. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിലേക്ക് പോകാനുള്ള വഴിയാണ്. സ്റ്റെയർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇറ്റാലിയൻ മാർബിളാണ് ഈ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. മുഴുവനായിട്ട് ഇറ്റാലിയൻ മാർബിൾ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് വുഡൻ ഫ്ലോറിങ്ങുമാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ചെറിയ ഒരു വേറെ ഡിസൈനിലുള്ള ടൈലാണ്, മാറ്റ് ഫിനിഷുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ കർട്ടൻ ഉയർത്തി കഴിഞ്ഞാൽ ഫുൾ ഗ്ലാസ് ആണ്. നമുക്ക് നല്ലൊരു നാച്ചുറൽ ലൈറ്റ് ഇതെല്ലാം ഉയർത്തി കഴിഞ്ഞാൽ ഇതൊന്നും പൊട്ടിപ്പോകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. നല്ല ടെമ്പറായിട്ടുള്ള നല്ല സെക്യൂരിറ്റി ഗ്ലാസ്സുകളാണ് ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫോൾ സീലിംഗ് ആണ് മറ്റൊരു പ്രത്യേകത. ഫുൾ തേക്കുഡിലാണ് ഈ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലായിട്ട് ടഫ് ആൻഡ് ഗ്ലാസും നൽകിയിട്ട് ഡൈനിങ് സ്പേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. മുകളിൽ നിന്ന് ഒരു സ്പോട്ട് ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം നാച്ചുറൽ സ്റ്റോണിൻ്റെ ടൈലുകളാണ് പതിപ്പിച്ചിരിക്കുന്നത്. ജാഗോറിൻ്റേതാണ് ഒരു വാഷ് ബേസിൻ, നല്ല ഭംഗിയുള്ളത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു ടാപ്പും, വലിയ ഹെവി ആയിട്ടുള്ള ടാപ്പും നൽകിയിരിക്കുന്നു. വാനിറ്റി കൗണ്ടർ നൽകിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കോർട്ട്യാർഡ് സ്പേസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കർട്ടൻ വലിച്ച് നീക്കിയാൽ നമുക്ക് കോർട്ട്യാർഡിലേക്കുള്ള സ്പേസാണ്. നമ്മൾ നേരത്തെ കണ്ട കോർട്ട്യാർഡ് സ്പേസ് കൂടിയാണിത്. ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ, നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. ഈ വീടിൻ്റെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഭാഗം ഈ വീടിൻ്റെ കിച്ചൺ തന്നെയാണ്. ഇതാണ് കിച്ചണിലേക്കുള്ള പ്രവേശനം വരുന്നത്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലെ വേറൊരു ഡിസൈനിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സൈഡെല്ലാം പോളിഷ് ചെയ്തിട്ട് നല്ല മനോഹരമാക്കി തന്നെ അത് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. കിച്ചൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മനോഹരമായ രീതിയിൽ നമുക്ക് ഐറ്റംസ് വയ്ക്കാവുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോൾ യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. വലിയ ടോൾ യൂണിറ്റ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പുറത്ത് വരുന്നത് ലാക്കേർഡ് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഴുക്കൊന്നും പെട്ടെന്ന് പിടിക്കുന്ന രീതിയിലല്ല ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് എൽ ഷേപ്പിലാണ് നമുക്ക് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് സിങ്ക് വരുന്നുണ്ട്. ടാപ്പുകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ടാപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം പല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ടാപ്പുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ വിൻഡോ, വളരെ വലിയ കിച്ചൺ വിൻഡോ ആണ്. ഇവിടെ കർട്ടൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഡെക്കർ ഐറ്റംസ് ഒക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള
ഒരു ഏരിയ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഇവിടെ ഈ വീട് ലഭ്യമാവുന്നത്. ഇവിടെ നമുക്ക് ചിമ്മിനി നൽകിയിരിക്കുന്ന ഏരിയയാണ്. ഈ ഭാഗത്ത് വാഷ് ബേസിനാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു എൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എൽ ഷേപ്പ് കൂടത്തക്ക രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് സ്റ്റൗവും കാര്യങ്ങളും അതിൻ്റെ ചിമ്മിനിയും എല്ലാം ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തും കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. കിച്ചന് പുറമെ ഈ വീടിനൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി അവൈലബിൾ ആണ്. കിച്ചൺ പോലെ തന്നെ 2 സൈഡിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് സിങ്ക് വരുന്നുണ്ട്, താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ഇവിടെ കബോർഡുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മിക്സി ഗ്രൈൻഡർ എല്ലാം വയ്ക്കുന്നതിനുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ മുകൾ ഭാഗത്തും അത്യാവശ്യം സ്ഥല സൗകര്യം ലഭ്യമായിട്ടുണ്ട്. സെർവൻസിന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാത്റൂം കൂടി നമുക്കിതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അത് ഇവിടെയാണ് വരുന്നത്. നമുക്കതുകൂടി ഒന്ന് നോക്കാം. ഈ വർക്ക് ഏരിയയ്ക്ക് പുറമെ നമുക്ക് ഇവിടെ കൂടി ഒരു ചെറിയൊരു സ്പേസ് ഷീറ്റ് വർക്ക് ചെയ്ത ഒരു ഏരിയ അവൈലബിൾ ആണ്. ഇവിടെ ഗ്യാസ് എല്ലാം വയ്ക്കുന്നതിന് പുറത്തുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഹെവി ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് നല്ല രീതിയിൽ ചെയ്ത ഒരു വീട് കൂടിയാണിത്. താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡോറാണിത്. ഇത് ലാമിനേഷൻ ഷീറ്റ് ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. തേക്കൂട്ടിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ വുഡൻ ഫ്ലോറാണ് ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോട്ടാണ്, വലിയ ഒരു കോട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ ഹെഡ് ബോർഡായിട്ട് മരത്തിൽ തന്നെ തീർത്ത ഭാഗങ്ങൾ കാണാം. 2 ഹാങ്ങിങ് ലൈറ്റുകൾ 2 വശത്തുമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഗ്ലാസ് ഇട്ട ജനലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് നല്ല നാച്ചുറൽ ലൈറ്റ്, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ആ വ്യൂ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കർട്ടൻസാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ലാക്കേർഡ് ഗ്ലാസ് ആണ് ഈ കബോർഡുകൾക്ക് മുകളിലായിട്ട് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ് കബോർഡുകളാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അകത്തൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് ധാരാളം സാധനങ്ങളുണ്ട്, അതുകൊണ്ടാണ് അത് തുറന്ന് കാണിക്കാത്തത്. നല്ല രീതിയിൽ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ കബോർഡ് ഒരുക്കിയിരിക്കുന്നത്. AC എല്ലാം ഫിറ്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിംഗ് മാത്രമാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന് ചേർന്ന് തന്നെ ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ബാത്റൂം നല്ല എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് പാർട്ടീഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷവർ ഏരിയ മുകളിലാണ്. ഇപ്പോൾ സീലിംഗിൽ നിന്നാണ് ഷവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഏരിയ തന്നെയാണ് ഇത്. ഇവിടെ ക്ലോസറ്റും കൊടുത്തിരിക്കുന്നു. ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് വരുന്നത്. ഇവിടെ വാഷ് ബേസിന് നൽകിയിട്ടുണ്ട്. ജാഗ്വറിൻ്റേതാണ് സാനിറ്ററി ഫിറ്റിങ്സ്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നല്ല എലഗൻ്റായി ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം കൂടിയാണ് ഇത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളെല്ലാം സെയിം പാറ്റേൺ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ അല്പം കൂടി വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം. ഇവിടെ നാനോ വൈറ്റിൻ്റെ ഹെഡ് ബോർഡാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം മനോഹരമായ രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറകിലായിട്ട് നമുക്ക് LED ലൈറ്റുകൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ ഭിത്തിയിൽ നമുക്ക് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെയും ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ജനലുകൾ വരുന്നുണ്ട്. അവിടെ എല്ലാം കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ കർട്ടൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ജനലുകളാണ് ഇവിടെ എല്ലാം നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് നല്ല നാച്ചുറൽ ലൈറ്റ് വരത്തക്ക രീതിയിലാണ് ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ AC-യുടെ പോയിൻറ്റും നൽകിയിട്ടുണ്ട്. TV നമുക്ക് വീടിനകത്ത് ബെഡ്റൂമിനകത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു TV യൂണിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ബാക്കിൽ LED ലൈറ്റുകളുണ്ട്. അത് ഏതാ സ്വിച്ച് എന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല, നമ്മൾ അത് ഇടുന്നില്ല. ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് വളരെ വലിയൊരു കബോർഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലാക്വേർഡ് ഗ്ലാസിൻ്റെ ഫിനിഷിങ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു മിറർ, എന്നേക്കാൾ വലിയ മിററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലെ ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള വലിയ ഫോൾ സീലിംഗ്, മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയാണ് ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടൈലുകൾക്ക് ഒരു മാറ്റ് ഫിനിഷുള്ള ടൈലാണ്. നല്ല മനോഹരമായിട്ടുള്ള ടൈല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ഇവിടെയും സീലിംഗിൽ തന്നെയാണ് ഷവർ കൊടുത്തിരിക്കുന്നത്.
മനോഹരമായ രീതിയിൽ നല്ല എലഗൻ്റായി തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ക്ലോസറ്റ് വരുന്നത്, ഇവിടെ വാഷ് ബേസ് വരുന്നുണ്ട്. നാനോ വൈറ്റ് ആണ് ഇതിൻ്റെ എല്ലാം മുകളിലായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നൽകിയിരിക്കുന്ന ഒരു ബാത്റൂം കൂടിയാണിത്. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയറിനും ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്പൈറൽ രീതിയിലാണ് ഈ സ്റ്റെയർ കടന്നു പോകുന്നത്. ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത് തേക്കുഡിൽ തന്നെയാണ്. ഇവിടെ എല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സോളിഡ് വുഡാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഭാഗത്ത് വീതി കുറഞ്ഞ് ഈ ഭാഗത്തേക്ക് വീതി കൂടിയ രീതിയിലാണ് ഈ സ്റ്റെപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വഴി മുകളിലേക്ക് പോകാം. മുകളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു ഗ്ലാസ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. സെക്യൂരിറ്റി ഗ്ലാസ് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ കർട്ടൻ ഉയർത്തി കഴിഞ്ഞാൽ ഈ ഗ്ലാസ് നമുക്ക് കാണാം. നല്ല വെളിച്ചം വീടിൻ്റെ അകത്തേക്ക് ഈ ഗ്ലാസ്സിന് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ടൊരു ഷാൻലിയറും നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഒരു ഏരിയയിലേക്കാണ്, അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെ അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തൊരു ബാർ കൗണ്ടറും സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിശേഷങ്ങൾ നോക്കിയതിന് ശേഷം അത് കാണാം. ഇവിടെ TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഡിസൈൻ വർക്കിൽ തന്നെയാണ് TV യൂണിറ്റ് വരുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ട് വുഡിൻ്റെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഗ്രേ കളറിലുള്ള ഒരു ഡിസൈൻ വർക്കും വരുന്നുണ്ട്. ഇവിടെ എല്ലാം വാൾ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 2 സോഫകൾ നൽകിയിട്ടുണ്ട്. ഇരിക്കാവുന്ന രീതിയിൽ 2 സോഫകൾ ഇവിടെ നൽകിയിരിക്കുന്നു. മുകൾ ഭാഗത്തുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് മറ്റൊരു പ്രത്യേകത. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ നമുക്കൊരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. നല്ലൊരു ഏരിയ തന്നെ ഈ ബാൽക്കണിയിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. ഇവിടെയുള്ള ഹാൻഡ് റെയിലുകൾ ടഫ് ആൻഡ് ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വീടിൻ്റെ ഈ ഏരിയയുടെ ഒരു നല്ല ഭംഗി നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമുകളാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. താഴത്തെ നിലയിലെ സെയിം സ്പേസ് മുകളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വളരെ എലഗൻ്റായ രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമുകളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. കോട്ട് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ബെഡിൻ്റെ അടിയിലായിട്ട് ലൈറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ഏതാണെന്ന് എനിക്കറിയില്ല. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷുള്ള ടെക്സ്ചർ വർക്ക് അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം വലിയ ഗ്ലാസ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം ഇത് ഗ്ലാസ്സാണ് ഫുള്ള് ഈ വീടിനും. നമ്മൾ ആ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് കണ്ട ഗ്ലാസ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കണ്ട ഫുള്ള് ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരത്തക്ക രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫുള്ള് കർട്ടനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ആ വാർഡ്രോബാണ്. വാർഡ്രോബ് ആ ഗ്ലാസ് തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങിലാണ് ഇത് നൽകിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെറിയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂമുകളെല്ലാം ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു വലിയ മിറർ കൊടുത്തിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ആ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഫിറ്റിങ്സുകളെല്ലാം ജാഗ്വാറിൻ്റേത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ബെഡ്റൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇനി ആ ബെഡ്റൂം കാണാം. ഇനി കാണാനുള്ളത് 4ാമത്തെ ബെഡ്റൂമാണ്. ആ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ കോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഹെഡ് ബോർഡ് ഇങ്ങനെ മുകളിൽ സീലിംഗ് വർക്കിലൂടെ വരുന്നുണ്ട്. ആ സീലിങ്ങിനോട് കൂടി ചേർന്ന് തന്നെയാണ് ഈ ഹെഡ് ബോർഡ് ഡിസൈൻ വർക്ക് വരുന്നത്. വുഡിൻ്റെ ഡിസൈനാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ജനലുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കട്ടൻ വെച്ച് മറിച്ചിരിക്കുകയാണ്. ഇവിടെയും വലിയ ജനൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വലിയൊരു ഗ്ലാസ് ഇവിടെ മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ സ്ലൈഡിങ്ങിൽ തന്നെയുള്ള ആ ലാക്വുഡ് ഗ്ലാസ് ഉപയോഗിച്ച് നൽകിയിരിക്കുന്ന വാർഡ്രോബ്. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ഇതാണ് ബാത്റൂം. സെയിം തന്നെ, ബാത്റൂം വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഒരു ഫിനിഷിങ് തന്നെ എല്ലാ ബാത്റൂമിനും നൽകിയിട്ടുണ്ട്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട് എന്ന് മാത്രമുള്ളൂ. ബാക്കി എല്ലാ ഫിനിഷിങ്ങും അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കൂടിയാണ് കാണാനുള്ളത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കാണാം. ഇവിടെയാണ് ഈ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഈ ഭാഗം ഷീറ്റ് വർക്കിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു സ്പേസാണ് ഇത് ഇവിടെ വരുന്നത്. അത്യാവശ്യം വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസാണിത്. ഇവിടെ വിരിച്ചിരിക്കുന്നത് നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ട് ഈ ഗോവണി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ വേറൊരു ഭാഗമാണ് ഈ കാണുന്ന ബാർ കൗണ്ടർ. അത്യാവശ്യം ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല ഞാൻ, എന്നാൽ കൂടി ഇതിനെക്കുറിച്ച് വീട് കാണിച്ചപ്പോൾ അത് പറഞ്ഞെന്നുള്ളൂ. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലാക്വേഡ് ഗ്ലാസ് എല്ലാം നൽകി, ആ കബോർഡുകളെല്ലാം ഭംഗിയായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സോളിഡ് വുഡിൻ്റെ ഡിസൈൻ വർക്കാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഈ കർട്ടൻ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ വീടിൻ്റെ മെയിനായിട്ടുള്ള ബാൽക്കണിയിലേക്ക് പോകാം. ഇവിടെയാണ് ആ ബാൽക്കണി വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട ബാൽക്കണി. നേരത്തെ കണ്ട ബാൽക്കണി പോലെ തന്നെ വിശാലമായിട്ടുള്ള ബാൽക്കണി തന്നെയാണിത്. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന നല്ല ഗ്രിപ്പുള്ള ടൈലുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ മനോഹരമാണ്. കൂടാതെ ഇത് സേഫ്റ്റിക്ക് വേണ്ടി നല്ല ഉയർത്തി തന്നെയാണ് ഈ ബാൽക്കണിയുടെ ഈ ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ വരുന്നത്. 8.15 സെൻറ്റ് സ്ഥലത്ത് 2850 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീടിന് നമ്മുടെ ബിൽഡർ ആവശ്യപ്പെടുന്ന വില 2,35,00,000 രൂപയാണ്. ബിൽഡർ സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ച ഒരു വീട് കൂടിയാണിത്. വീടിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് മെയിൻ റോഡിലേക്ക് ഒരു 100 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം വളരെ അടുത്താണ്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ആയിരിക്കും ദൂരം വരിക. കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വരുന്നത്. വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.